ഞാൻ ജർമ്മനി വന്നിട്ട് കുറച്ച് കാലം ജോലി അന്വേഷിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് രാജിവെച്ച് ഇങ്ങോട്ട് വന്നു. ഹസ്ബൻഡിൻ്റെ ഇവിടെയായിരുന്നു വർക്ക് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ജോലി അന്വേഷിക്കുമ്പോഴാണ് ജർമ്മൻ ലാംഗ്വേജൊക്കെ ഞാൻ പഠിച്ചിരുന്നായിരുന്നില്ല വരുന്നതിന് മുമ്പ്. ഞാൻ നിന്നിരുന്നത് ഒരു ചെറിയ ടൗണിലാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇംഗ്ലീഷ് ആരും ഉപയോഗിക്കില്ല. അപ്പോൾ അവിടെയുള്ള കമ്പനീസിലൊക്കെ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള കമ്പനീസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര റിക്വയർമെൻ്റ് ആയിരുന്നു. IT ഫീൽഡിലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നും വർക്ക് ചെയ്യാത്ത സമയത്ത് ഞാൻ അവസാനം ബെർലിൻ, അതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി, അവിടേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ എളുപ്പം കുറേ ഓഫേഴ്സ് കിട്ടി. അപ്പോൾ അതിൽ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ബെർലിൻ്റെ പൊതുവെ ഇംഗ്ലീഷാണ് കുറേ പേര് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ താമസിച്ചിരുന്ന സ്ഥലവും ബെർലിൻ തമ്മിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് തോന്നുന്നത് 200 വൺ വേ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ട്രെയിനിൽ 1 മണിക്കൂർ, ഫാസ്റ്റ് ട്രെയിൻ ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്തും. അപ്പോൾ ബെർലിൻ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടെ പോകണം. അപ്പോൾ അടുത്ത എന്താ പറയുക, ചെറിയ ട്രെയിൻസിന് അത് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഞാൻ ഇവിടെ എത്തും. ബെർലിനിലെത്തിയിട്ട് അവിടുന്ന് ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ ഓഫീസ് വിട്ടിട്ട് തിരിച്ച് ഒരു 1 hour അത്രയും ഡിസ്റ്റൻസ് പിന്നെയും ട്രാവൽ ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസം ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റമക്കിന് ഇഷ്യൂ വന്നു തുടങ്ങി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ വയറ് പെട്ടെന്ന് ബ്ലോട്ടഡ് ആവും. ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും. എന്ത് കഴിച്ചാലും ഭയങ്കരമായി ഛർദ്ദിക്കുക. ഇത്തിരി ഛർദ്ദിക്കലല്ല, ലൈക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ സ്റ്റമക്കിനുള്ളപ്പം നമ്മൾ കഴിച്ചത് എന്തെങ്കിലും ശരിയായില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായി ഛർദ്ദിക്കില്ലേ, അതുമാതിരി എന്ത് കഴിച്ചാലും ഞാൻ അങ്ങനെ ഛർദ്ദിക്കും. അപ്പോൾ ബ്ലൂബെറീസ് കഴിച്ചാൽ ഛർദ്ദിക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു. സ്ട്രെസ് ഇപ്പോൾ എന്താണ്, രാവിലെ കയറി ജോലിക്ക് പോകണം. സ്ട്രെസ് നമ്മൾക്കുള്ളത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. നമ്മൾ വിചാരിക്കും ഇത് നോർമലല്ലേ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ എന്ന്. പക്ഷേ ആക്ച്വലി എൻ്റെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം രാവിലെ എണീറ്റ് പോകണമല്ലോ, ട്രെയിൻ മിസ്സാവരുതല്ലോ, സമയത്ത് എത്തണമല്ലോ, പ്രൊബേഷൻ പീരീഡ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, മൊത്തത്തിൽ പുതിയൊരു എൻവയൺമെൻറ്റിൻ്റെ ടെൻഷൻ. അങ്ങനെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര നല്ല മനുഷ്യന്മാരായിരുന്നു. അവർക്ക് എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നേരത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയും കുറച്ചേരം നിന്നാൽ മതി, പൊക്കോ, കുറേ ദൂരം പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ നന്നായി സ്ട്രെസ് അടിച്ച് വയറ് കേടാക്കിയതാണ് ഞാൻ. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്തോ ഒരു ചെറിയൊരു ഗുളിക തന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കാൻ. അത് കഴിച്ച ഉടനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഡിന്നിട്ട് നിന്നു. ആ ഗുളികയുടെ പേര് ഞാൻ മറന്നുപോയി. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയണത് ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വയറ് കേടാവുമ്പോൾ നമുക്ക് പിന്നീട് സ്ട്രെസ് ആവും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ആ ഗുളിക കഴിച്ച് റെഡിയായ ശേഷം ഞാൻ ഒന്ന് ആലോചിച്ചു, ശരിയാണല്ലോ, ഒന്ന് റിലാക്സ് ചെയ്യണം. ഞാൻ എന്തിനാ ഇങ്ങനെ എന്താ പറയുക പരക്കം പായണം, എന്തിനാ മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് ജീവിതം ഒന്ന് ആസ്വദിച്ച് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതെനിക്ക് എന്നെ തന്നെ ബോധിപ്പിക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. കാരണം ജോലി കിട്ടുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയണ്ടാവും, ജോലി അന്വേഷിക്കുന്ന സമയത്ത് നല്ല സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ആ സ്ട്രെസ്സ് ഞാൻ വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ജോലി കിട്ടിയ ഉടനെ തന്നെ ഈ യാത്ര ചെയ്യുമ്പോൾ അതും വേറൊരു സ്ട്രെസ്സായിരുന്നു. അങ്ങനെ കുറച്ചധികം സ്ട്രെസ് എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കോൺഷ്യസ് ആയി മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സമാധാനം കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു സന്തോഷം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണല്ലോ ബ്രീത്തിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുമ്പോൾ, അത് കറക്റ്റായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കുറയും. കാരണം സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഷാലോ ബ്രെത്ത്സ് എടുക്കാൻ തുടങ്ങും. ടെൻഷൻ അടിക്കുമ്പോൾ അല്ലേ, അത് നമ്മൾ അറിയില്ല. നമ്മൾ നല്ല കോൺഷ്യസ് ആയിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഈ ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെനിക്ക് സ്ട്രെസ്ഫുൾ ആയിരുന്നു. അല്ലേ, 4 ബ്രെത്ത് അകത്തേക്ക് എടുക്കുക, 6 പുറത്തേക്ക് വിടുക എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് സ്ട്രെസ്സ് കൂടും. അപ്പോൾ ഞാൻ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സോഫ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഒരു കടൽ തീരത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, വെറുതെ ഇങ്ങനെ ആ ആലയുടെ ശബ്ദമൊക്കെ കേട്ടെന്ന് വെറുതെ അറിയാതെ റിലാക്സ് ചെയ്ത് പോകില്ലേ. അപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ച് പോകില്ലേ. അപ്പോൾ ആ ഒരു ചെറിയൊരു സ്മൈൽ നമ്മുടെ ബ്രീത്തിൻ്റെ കൂടെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ബ്രീത്ത് സോഫ്റ്റ്ലി ആൻഡ് ഹാപ്പിലി. ഇങ്ങനെ എന്നുവെച്ചാൽ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം ഞാൻ ഒരു ചെറിയ സ്മൈൽ കൂടെ അതിനോട് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി ഒരു ഇത്തിരി നേരം നമ്മൾ അങ്ങനെ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സ്ട്രെസ്സ് വളരെയധികം കുറഞ്ഞ് നമുക്ക് വല്ലാത്തൊരു റിലാക്സിങ് ഫീലിംഗ് തോന്നും. ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു കാര്യമായിരിക്കും, പക്ഷെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
വേറൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിയം ഹസ്ക് എന്ന് പറയും, നാട്ടിൽ അതിന് എന്താ പറയുക എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇവിടെ ഇങ്ങനെ സാധാരണ ഷോപ്സിലൊക്കെ കിട്ടും. അത് ഫൈബർ നന്നായി ഡയറ്റിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി വെള്ളത്തിലാണ് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കാറ്. ഈ അടുത്തായിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ അത് ജ്യൂസിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുന്ന. അപ്പോൾ ഞാൻ ഇപ്പോൾ ജ്യൂസിൽ മിക്സ് ചെയ്ത് ഇത്തിരി ഒരു സ്പൂൺ എടുത്തിട്ട് അത് ജ്യൂസിൽ മിക്സ് ചെയ്ത് അത് കഴിക്കാമെന്നാണ്. അപ്പം നമുക്ക് ഫൈബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഡയറ്റിൽ. അപ്പം ചിലപ്പോൾ നമുക്കത് കിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ പിzzയൊക്കെ ഓർഡർ ചെയ്യുന്ന ദിവസം ഫൈബർ നല്ല കുറവായിരിക്കും. അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുമ്പോൾ നമ്മൾ എസ്പെഷ്യലി ഫൈബർ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. അപ്പം ഞാനതിങ്ങനെ എല്ലാ ദിവസവും രാവിലെ കലക്കി വയ്ക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശക്കുന്നൊക്കെ തോന്നുമ്പോൾ ഞാനതെടുത്ത് കഴിക്കും. അപ്പോൾ എനിക്ക് വയറിൽ നമ്മൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ ശോധനയൊക്കെ നടന്നാലാണ് നമ്മുടെ വയറ് ക്ലീനായിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിൽ മാനസികമായി സന്തോഷം വരും. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്, എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കാറുണ്ട് വീട്ടിൽ. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അടുത്തത്, രാവിലെ എണീറ്റ ഉടനെ വിശപ്പായിരിക്കും. കാരണം വൈകുന്നേരം ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കും. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഡിന്നർ കഴിയും. ഇവിടെ ജർമ്മനിയിൽ അങ്ങനെയാണ് പൊതുവെ, എല്ലാവരും പെട്ടെന്ന് കഴിക്കും. പിന്നെ കുട്ടികളൊക്കെ 7:30 ആകുമ്പോഴേക്ക് ഉറങ്ങും. അപ്പോൾ നേരത്തെ ഭക്ഷണം കൊടുക്കണ്ടേ അവർക്കൊക്കെ. ഇവിടുന്ന് ഡേ കെയറിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര വിശന്നിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കൊടുത്ത് ചിലപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലും കൊടുത്ത് 7:30 ആകുമ്പോൾ കുട്ടികൾ ഉറങ്ങും. പിന്നെ നമ്മളും പിന്നെ അത് കഴിഞ്ഞ് അധികമൊന്നും കഴിക്കില്ല. പിന്നെ നമ്മളൊരു 8:30 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ കൂടെ തന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ. കുട്ടികളുടെ കൂടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങാറുണ്ട്. ഞാനൊക്കെ ഇടയ്ക്ക് ഉറങ്ങിപ്പോവും. അപ്പോൾ പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും. ഒരു 6 മണിക്ക് എണീക്കുമ്പോൾ എത്ര നേരമായി. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായി നടക്കും. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പുണ്ട്, ആ കപ്പിലാണ് കാപ്പി കുടിക്കുക. പക്ഷേ ചില സമയത്ത് ഒരു കപ്പ് കാപ്പിയൊന്നും കുടിച്ചാൽ അങ്ങനെ മതിയാവില്ല. ചിലപ്പോൾ 2 കപ്പ് കാപ്പി കുടിക്കും. പാൽ കാപ്പിയാണ് കേട്ടോ, ഞാൻ വെള്ളം ചേർക്കാറില്ല. പാലിലാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് കലക്കിയിട്ട് കുടിക്കുക. അപ്പോൾ 2 കപ്പ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് വാം വാട്ടർ കുടിക്കും. അപ്പോൾ തന്നെ വയറ് നല്ല ഫുള്ളാവും. അതിന് ശേഷം ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് കാപ്പി കുടിക്കുമ്പോൾ ഒരു ചെറിയ കപ്പ് കാപ്പി കുടിച്ചാൽ മതി. പിന്നെ ഞാൻ ഷുഗർ ഇടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇന്ന് എന്തായാലും ഒത്തിരി പഞ്ചാര കഴിക്കണം എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇടുക. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഷുഗറി ആയിട്ട് കഴിക്കാറില്ല. അല്ലെങ്കിൽ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യും രാവിലെ, അറ്റ്ലീസ്റ്റ് രാവിലെ കേട്ടോ. ഞാൻ ഡെയിലി അവോയ്ഡ് ചെയ്യാറില്ല, അവോയ്ഡ് ചെയ്യണമെന്നുണ്ട്, നോക്കട്ടെ. പക്ഷേ രാവിലെ എന്തായാലും ഞാൻ അങ്ങനെ അധികം ഷുഗർ കഴിക്കാണ്ട് ആദ്യം വെള്ളം കുടിക്കുമ്പോഴല്ലോ ഭയങ്കര ഫുള്ളാവും. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ കോഫി കുടിക്കാൻ തോന്നില്ല. അതുപോലെ ചില ആൾക്കാർ ഈ വാം വാട്ടറിൽ അങ്ങനെ ലെമൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിക്കാറുണ്ട്. ഞാൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ ലെമണിൻ്റെ സ്മെല്ല് രാവിലെ തന്നെ കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ. എനിക്ക് അത്രയ്ക്കധികം മോട്ടിവേഷൻ ഒന്നും രാവിലെ എനിക്ക് വരുമ്പോൾ ഉണ്ടാവാറില്ല. ഞാൻ തലേദിവസം രാത്രി ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ രാത്രി കുടിക്കാൻ തോന്നിയാൽ കുടിക്കാമല്ലോ. അപ്പോൾ അത് രാവിലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വെള്ളം അപ്പോൾ അധികം ചൂടുണ്ടാവില്ല. പിന്നെ തിളപ്പിച്ച് എന്താ പറയുക ഉണ്ടാക്കാനുള്ളൊരു എനർജി ഒന്നും ഉണ്ടാവില്ല രാവിലെ. അപ്പോൾ അത് കുടിക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ എത്ര ഉറങ്ങാൻ പറ്റും അത്രയ്ക്ക് ഉറങ്ങാനിപ്പോൾ ശ്രമിക്കും. എന്നുവെച്ചാൽ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ കൃത്യമായി 5 മണിക്ക് എണീക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി, എസ്പെഷ്യലി ഈ മോൻ ചില സമയത്ത് രാത്രി എന്തെങ്കിലുമൊക്കെ കിടക്കാൻ വൈകുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് അവനെ ഉണർന്നാൽ പിന്നെ നമ്മുടെ ഉറക്കം കൊണ്ട് പോകുമല്ലോ. പിന്നെ നമ്മൾ അലാം വെച്ചിട്ട് എണീക്കുമ്പോൾ നമ്മുടെ ഒരു 8 മണിക്കൂർ ഉറങ്ങണ്ടേ, അതൊക്കെ തെറ്റും. അപ്പം ഞാൻ ഈ ആപ്പിളിൻ്റെ വാച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ സ്ലീപ്പ് സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും, നമ്മുടെ സ്ലീപ്പ് ഒക്കെ അവർ മോണിറ്റർ ചെയ്തിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ എൻ്റെ സ്ലീപ്പ് സ്കോറൊക്കെ പൊതുവെ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അലാമൊക്കെ ഓഫ് ചെയ്തു. എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് എണീക്കാൻ പറ്റണേ, അത് അപ്പം എണീക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ഡെഡ് ലൈൻ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ 7 മണി 7:30 എന്നൊക്കെ അതിൻ്റെ അപ്പുറത്ത് പോയാൽ പിന്നെ ആ ദിവസത്തെ ചടങ്ങുകൾ മുഴുവൻ കുളാവും. മോനെ കൊണ്ടാക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഡെഡ് ലൈൻ വയ്ക്കും. അത് സാധാരണ അലാം ഒരു 5 o'clock വെക്കാറ്. 5:30 ഒക്കെ ആകുമ്പോഴേക്ക് എണീക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ രാത്രി സ്ലീപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങി ഒരു 6 മണി 6:30 വരെ കിടന്നുറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അങ്ങനെ ഒരു ടേംസിലെത്തി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ പണ്ടൊക്കെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ തീരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പഠിക്കുന്ന കുട്ടികൾ നേരത്തെ എണീക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആക്ച്വലി സ്ലീപ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ദിവസം പോക്കാം. മൊത്തത്തിൽ നമ്മൾ ഓവർ ഈറ്റ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് ഞാൻ സ്ലീപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. നന്നായി ഉറങ്ങുക, നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന രീതിയിൽ ഉറങ്ങുക. പിന്നെ ബെഡ് ടൈമിന് മുമ്പ് അധികം ഈ ഇൻസ്റ്റഗ്രാം പോലെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും
അധികം ചെയ്യാണ്ട് ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ രാത്രി എന്തായാലും ഒരു 2-3 പേജെങ്കിലും മിനിമം വായിച്ച് കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഉറക്കം വരും, പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സമാധാനം. ഡെയിലി റീഡിങ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ ചെയ്യും. പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കുറച്ച് ക്ഷീണമുണ്ട്, അപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷീണം വരുമല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ സ്ലീപ്പ് ചെയ്യുക. അതൊരു കുറ്റമായിട്ട് ഞാൻ ഒരിക്കലും കണക്കാക്കില്ല. അത് എൻ്റെ ബോഡിക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യമായിട്ട്, എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അത് ചെയ്യേണ്ടത്. കാരണം ബോഡി എന്നെ കൊണ്ടു നടക്കണ്ടല്ലോ. ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഈ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ ബോഡി സഹകരിക്കുന്നുണ്ടാണ്. അപ്പോൾ ബോഡി ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിനെ കെയർ ചെയ്ത് ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ, ആ ഒരു രീതിയിലും ആ മൈൻഡ് സെറ്റ് ആക്ച്വലി വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ പലരും ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അവർക്ക് ഉറക്കം ഇഷ്ടമായിരിക്കും. പക്ഷെ കുറച്ച് വലുതായ ആൾക്കാർക്ക് ഒരു ചിട്ടയുടെ ഭാഗമായിട്ട് ഉറക്കം കുറഞ്ഞാലും വേണ്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആവണമെന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പ്രത്യേകം പറയാം, നല്ല ഉറക്കം വേണം, ആരോഗ്യത്തിന് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നത്തെ ഒരു കാര്യം, എനിക്ക് നമുക്കൊക്കെ ഉണ്ടാവും പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ കിടക്കും. എന്ന് വെച്ചാൽ വിഷമങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി നിർത്തി. അത് ആ തോട്ട് പോകുമ്പോഴേ ഞാൻ ആലോചിക്കും, ഞാൻ ആ വഴിക്കാണ് പോണത്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ട് അന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരെക്കുറിച്ചൊക്കെ കുറച്ച് ദേഷ്യത്തോടെ ആലോചിച്ച് ഈ പരിപാടി സ്റ്റാർട്ടിങ്ങിലേ മുളയിലേ അങ്ങനെ നുള്ളുക. എന്ന് വെച്ചാൽ നമുക്ക് ആ തോട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മളതിനെ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, റിഗ്രറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു വട്ടമല്ല 100 വട്ടം ആലോചിച്ച് ഇതേ കൺക്ലൂഷനിലെത്തുന്ന ഇതേ കാര്യങ്ങൾ പറയുന്ന നമ്മളോട് തന്നെ പറയുമായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ അവരോട് സംഭവം അറിയായിരിക്കും. പക്ഷേ ഈ പരിപാടി അവസാനിപ്പിക്കുന്നത് നല്ലത്. അതൊക്കെ ഒരു ക്ലോഷർ കിട്ടേണ്ടതാണെങ്കിൽ ക്ലോഷർ കിട്ടട്ടെ, ഇല്ലാത്തതാണെങ്കിൽ വിട്ടുകളാം. അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിന് അത് എഫക്റ്റ് ചെയ്യും. കാരണം അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളല്ലേ, എപ്പോഴും പറയണ പോലെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ നിൽക്കരുത്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ അങ്ങനെയല്ലേ പഠിക്കുക, എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ ആലോചിക്കാം. അല്ലാണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ബ്രൂഡ് ചെയ്തിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കാതിരിക്കുക. കാരണം തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് പോകും. നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതും നമ്മളെന്താണെന്ന് പറയുക, നമ്മൾ കഴിക്കണത് നമ്മളെ വയറിനെ എഫക്റ്റ് ചെയ്യണത് പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആരും അറിയുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ ചിന്തിക്കുന്നതെന്ന്. പക്ഷേ ആക്ച്വലി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നമ്മളതിനെ എഫക്റ്റ് ചെയ്യണേ. നെഗറ്റീവായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണത്, അല്ലെങ്കിൽ വേറെ ആൾക്കാരെക്കുറിച്ച് പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കണം, നമ്മളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കണം, ഇതൊക്കെ സെൽഫ് ഹാമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് വരുമ്പോൾ അത് അപ്പം തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ആക്ച്വലി കുറച്ച് പാടാം. അതിനേക്കാളും നമ്മൾ എന്തെങ്കിലും നമ്മളിങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ച് പരിതാപകരമാണല്ലേ എൻ്റെ അവസ്ഥ എന്നുള്ള പറഞ്ഞ പോലെ ഒരു തമാശയിലൂടെ നമ്മൾ തന്നെ സ്വയം കളിയാക്കി അതിനെ അങ്ങോട്ട് വഴിമാറ്റി വിടുക. തമാശ അപ്രോച്ച് എടുക്കുമ്പം ഞാനൊരു സംഭവമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ, അല്ലെ വലിയ മാനം മണ്ടത്തരം കാണിച്ച് ഞാൻ വലിയ സംഭവമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചത്, വേറെ ആരുണ്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ ആ ഒരു ലൈറ്റായിട്ടുള്ള അപ്രോച്ച് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബോഡി റിലാക്സ് ചെയ്യും. ഈ സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മുടെ വയറ് കടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ടോക്സ് നമ്മൾ വിചാരിക്കില്ല, ഇത്രയും ടോക്സിക് ആണെന്ന് നമ്മൾ വിചാരിക്കില്ല. നെഗറ്റീവ് സെൽഫ് ടോക്കെ അല്ലെങ്കിൽ വേറെ എന്തിനെയും കുറിച്ചാണെങ്കിൽ നമുക്ക് ഭയങ്കര അസൂയ വേറെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ അസൂയയിൽ നമുക്കിങ്ങനെ ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ പണ്ട് പറഞ്ഞ പോലെ അസൂയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അവരെ പോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ട്രഡീഷണലി ഇങ്ങനത്തെ വികാരങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക മോശമായി ചിത്രീകരിച്ചു. ഇപ്പോൾ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അസൂയ ഇതൊക്കെ മോശമാണെന്ന് നമ്മൾ അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പം നമ്മളൊക്കെ ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോകും. ആക്ച്വലി ഇതിനൊക്കെ റീഡിഫൈൻ ചെയ്യാം. ജലസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവരെ പോലെ ആവാൻ നമുക്കുള്ള ആഗ്രഹം അത്രേ ഉള്ളൂ. അല്ലാതെ അവർ നന്നാവുന്നതിൽ നമുക്ക് എന്താ ശരിക്കും നമ്മുടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളതിങ്ങനെ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചതാണ് അവർ നന്നാവുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഇല്ല, നമ്മൾ അവരെക്കാളും നന്നാവണം നമുക്ക് ആഗ്രഹമുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ താഴെ പോകണം നമുക്ക് ആഗ്രഹമില്ല. അത് നമ്മൾ അവരെക്കാളും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടേ. എല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഉയരുക അല്ലേ. അതിന് വേണ്ടിയിട്ട് അവരെ ഇടിച്ച് താഴ്ത്താനല്ല നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ അവരെക്കാളും ഉയരാൻ നമ്മൾ ആഗ്രഹിക്കുക. പിന്നെ ഞാൻ ഭയങ്കര വർക്ക് ചെയ്യാനും ഭയങ്കര പ്രൊഡക്റ്റീവ് ആവണം, എനിക്ക് നല്ല സൂപ്പർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മോനൊക്കെ ഉള്ളപ്പം മോൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അവന് വല്ല ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവനോട് കളിക്കുക, വെറുതെ ഇരിക്കുക. അവന് എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ പറയും ഞാൻ ഇവിടെ ഇത് വരയ്ക്കട്ടെ അത് വരയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുക.
അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് വേസ്റ്റ്ഫുൾ ടൈമാണോ എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടി വന്നു. കാരണം ഇവനിപ്പോൾ കോവിഡ് സമയത്താണ് ജനിച്ചത്. അവൻ 5 വയസ്സായി. അപ്പം ഞാൻ എവിടെ പോയി സമയമൊക്കെ. ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇനി ആ കാലം തിരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ഈ സമയം ഇതും വളരെ പ്രഷ്യസ് ആണ്. അത് മാക്സിമം എനിക്ക് ചെറിഷ് ചെയ്യണം, അതൊക്കെ ആസ്വദിക്കണം. ആ മൊമെൻറ്റ്സ് ഞാൻ അയ്യോ ഈ സമയം എനിക്ക് അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരുന്നാൽ അതും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ മിസ് ചെയ്യും. അപ്പോൾ ഇനി എനിക്ക് മിസ് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ അതൊക്കെ വളരെ പ്രഷ്യസാണ്. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണ കുറച്ച് സമയമാണ് എന്നുള്ള റിയലൈസേഷൻ ഉറപ്പിച്ച്, അത് വെറുതെ ഒരു ഫേക്കായിട്ട് പറയുന്നതല്ല, എനിക്കത് ഉറച്ച വിശ്വാസം ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ എനിക്കിങ്ങനെ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ടൈമാണെന്നൊന്നും തോന്നാറില്ല. അപ്പോൾ നമ്മളങ്ങനെ റീഡിഫൈൻ ചെയ്യുക കാര്യങ്ങൾ. അടുത്ത കാര്യം, ചില സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കൺട്രോളും കിട്ടും. നമുക്ക് ദേഷ്യം വരും ഭയങ്കരമായിട്ട്. എനിക്ക് വരാറുണ്ട്. എനിക്ക് ദേഷ്യമൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ് ഞാൻ. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു ദേഷ്യമാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിച്ചെന്ന് ആലോചിച്ചിട്ട്. അതെ, അത് വളരെ വിചിത്രമായ സംഭവമാണ്. അപ്പോൾ മൊത്തത്തിൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അത് കുറച്ച് ദേഷ്യം വരുന്നത് ഇറ്റ്സ് ഓക്കെ. വേറെ ആരുടെ മുകളിലും എടുക്കാതിരിക്കാൻ അധികം ശ്രമിക്കുക. എടുത്തിട്ടുണ്ടെങ്കിൽ പോയി സോറി പറയുക. വീണ്ടും ഞാൻ ദേഷ്യപ്പെട്ടു അല്ലേ സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കുക. പക്ഷേ അതിന് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇതൊക്കെ പല പല കളികളാണെന്നേ. നമ്മൾ വിചാരിക്കും നമ്മളിതൊക്കെ കൺട്രോളിലുണ്ടെന്ന്. കുറേ നമ്മുടെ ഹോർമോൺസാണ്. നമുക്ക് ഒരേ കാര്യം തന്നെ ചിലപ്പോൾ വേറെ വേറെ അവസ്ഥകളിൽ നമ്മളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസ് വേറെ വേറെ ആയിരിക്കും. അതിനെന്താ കാരണം? അത് ചിലപ്പോൾ നമ്മുടെ ഈ ഹോർമോൺസ് കാരണമാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും അവരുടെ ആ സിറ്റുവേഷൻ ഹോർമോൺസ് ഭയങ്കരമായിട്ട് മൈൽഡാക്കുക അല്ലെങ്കിൽ സിവിയർ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഫോർഗീവ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി സംടൈംസ്. അത് പോവും. പിന്നെ എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ അല്ല തോന്നുക. നമ്മളത്ര മോശമൊന്നുമല്ല. അങ്ങനെ കുറച്ചുകൂടെ എന്നിട്ട് നല്ല നമ്മളെ ഒന്നിങ്ങനെ കെയർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളങ്ങനെ സ്ട്രെസ്ഡ് ആവില്ല. വേറെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. രാവിലെ ഇരുന്ന് തലേദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച്, എന്തെങ്കിലും സില്ലി കാര്യങ്ങളാണെങ്കിലും എഴുതി വയ്ക്കും. അതുപോലെ തന്നെ ഞാനൊരു ബുക്ക് ഇപ്പോൾ വായിക്കണത് സ്റ്റോറീസ് ദാറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അത് എനിക്ക് ആദ്യമൊന്നും വായിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ ജേർണലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ ജേർണലിങ് ചെയ്യാൻ പഠിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു അടുത്ത ജേർണലിൻ്റെ വീഡിയോ ഉണ്ടാണെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അന്നത്തെ ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഞാൻ എഴുതാമെന്ന് പറയാം. അപ്പോൾ ആ ദിവസം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അന്ന് ചെയ്താൽ ആ ദിവസം സക്സസ്ഫുൾ ആണെന്ന് ബിലീവ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. എന്നിട്ട് ആ കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ചെയ്ത് തീർക്കണമെന്നില്ല, അത് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളെങ്കിലും ചെയ്താൽ മതി. അതിൻ്റെ ആ ഗോളിലേക്കുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്താൽ ആ ഡേ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡേ പേർപ്പസ്ഫുൾ ആക്കാനും പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനൊക്കെ ഈ ജേർണലിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ജേർണലിങ് തുടങ്ങാത്തവർ ഇപ്പോഴായാലും എന്നാലും തുടങ്ങാം. എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, സിമ്പിളായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രസമാണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്കൊരു ഒരു ഊർജ്ജമാണ് ജേർണലിങ് ചെയ്യുന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, നല്ല കാര്യമാണ്. പിന്നത്തെ കാര്യം, നമ്മൾ രാത്രി ഈ 7-8 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങല്ലേ. അപ്പം ഇങ്ങനെ ഇപ്പം ബസ്സിലൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്ന ആലോചിക്കുക, ഭയങ്കര ഒരു ദേഹവേദനയൊക്കെ അല്ലേ. അതുപോലെ തന്നെയാണ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹമൊക്കെ ഇങ്ങനെ ഒരു പൊസിഷനിൽ കുറേ നേരം കിടക്കല്ലേ. അപ്പോൾ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യാം. ഇപ്പോൾ ചില സമയത്ത് രാവിലെ നീറ്റാ വലിയ എക്സസൈസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, വലിയ എക്സസൈസൊക്കെ ചിലപ്പോൾ രാവിലെ ചെയ്യുന്നത് തന്നെ നടക്കാത്ത കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എണീക്കണേ. പിന്നെ അന്ന് എക്സസൈസ് ചെയ്താൽ പിന്നെ ബാക്കി ദിവസമൊന്നും ബാക്കി ഉണ്ടാവില്ല, തുടങ്ങേണ്ട ദിവസം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു 1 മിനിറ്റ് സ്ട്രെച്ചിങ്, ഹെവി ആയിട്ട് ഒന്നിനും നിൽക്കണ്ട, 1 മിനിറ്റ് സ്ട്രെച്ചിങ് എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ള ഒരു കുറച്ച് കാര്യം. നെക്ക്, ഷോൾഡർ, ഹിപ്പ്, റിസ്റ്റ്, ഒരു 1 to 5 മിനിറ്റ്സ്. സമയമില്ലെങ്കിൽ 1 മിനിറ്റ്. അത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം, ഒരു വെള്ളം ചൂടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം എല്ലാ ദിവസവും ചെയ്യുക. അത് ഭയങ്കര ഡിഫറൻസ് ആട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി മൂവ്മെൻറ്റ്സ് അല്ല ഞാൻ പറയുന്നത്, സ്ട്രെച്ചിങ്, ഭയങ്കര റിലാക്സ് ചെയ്തിട്ടുള്ള സ്ട്രെച്ചസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറൻസാണ്. ഞാൻ ചെയ്യുന്ന സ്ട്രെച്ചസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളോട് കൃത്യമായി നോ പറയാം.
നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നോ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആൾക്കാരെന്താ വിചാരിക്കാതെ. ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല, മനസ്സിലാവണം നിർബന്ധമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യണ്ട. നമ്മളൊരു യെസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ വേറെ കുറേ കാര്യങ്ങളോട് നോ പറയുക. കാരണം ഒരു സമയത്ത് ഒരു യെസ് പറയുമ്പോൾ നമുക്ക് അപ്പം ചെയ്യാനിരുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, ചിലപ്പോൾ വെറുതെ ഇരിക്കുന്നതായിരിക്കും, അതിനോട് നമ്മൾ നോ പറയാണ്. അപ്പോൾ ഒരു യെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ നോസ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ മാറ്റിവെച്ച് വേറെ ആൾക്ക് വേണ്ടി ഒരു യെസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളൊരു യെസ് പറയുമ്പോൾ യു ആർ ഓൾസോ ഗോയിങ് വിത്ത് സം നോസ്. ആ നോ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കുക. ഈ യെസ് അതിന് വേർത്തിയാണോ നോക്കുക. ഇല്ലെങ്കിൽ ആ യെസ് ഒരു നോ ആക്കി മാറ്റി എനിക്ക് വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നോ പറയാൻ ശീലിക്കുക. എനിക്ക് ഇവിടുത്തെ ജർമ്മനിയിൽ എല്ലാവരും ചെറിയ കുട്ടികൾ വരെ ആ നോ പറയാനുള്ള ഇത് പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, അയ്യോ അങ്ങനെ പറയാം, നോ വേണ്ട, ഇല്ലാന്നൊന്നും പറയണ്ട, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നോക്കുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ലേ. ഇവരുടെ ഈ കുഞ്ഞു പിള്ളേരുടെ ഒരു പാട്ടുണ്ട്, 9 ഹൈസ് 9 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോ മീൻസ് നോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾ, പിന്നെ മോനെയൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചില്ല എന്നുള്ളൂ, പക്ഷേ ഇനി പഠിക്കാം. ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ജർമ്മനി വന്ന ശേഷം നോ പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ്, നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് ജർമ്മൻസ് കാണുന്നത്. അല്ലാണ്ട് അപ്പോൾ ഇന്ത്യൻസ് നമ്മളും ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ നമ്മളും അതിനോട് ഓക്കെ ആവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഭയങ്കര ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ്, നിങ്ങളെപ്പോലെയൊക്കെ. നമ്മുടെ ഈ ചാനലുകൾ എല്ലാവരും നല്ല അംബീഷ്യസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് അപ്പം ഞാൻ വിചാരിക്കും ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. കാരണം മോനെയും മാനേജ് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് ആ സമയത്ത് നല്ല പ്രൊഡക്റ്റീവ് ആവും. അത് കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ബേൺഡ് ഔട്ട് ആവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പം അങ്ങനെ വർക്ക് ചെയ്യാറില്ല. ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ സമയം അങ്ങോട്ട് മാറ്റി വയ്ക്കും. റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പൊതുവേ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെച്ച് ബുക്ക് ഒരു ചെറുതുണ്ട്, അപ്പോൾ അതിൽ സ്കെച്ച് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കെച്ച് ചെയ്യും. പിന്നെ ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങനെ വെറുതെ ഇരിക്കുക, ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ചില ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ ഫുൾ ടൈം അങ്ങനെ ഇരിക്കുകയെന്ന്. അത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സില്ലി കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾ ലിവിങ് റൂമിലിരുന്ന ഒരു പക്ഷി ഇപ്പോൾ സ്ഥിരമായിട്ടൊരു കൂട് കെട്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ് ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ പക്ഷി കഴിഞ്ഞ വർഷം ഒരു കൂട് വെക്കാൻ നോക്കിയിട്ട് കാക്കകൾ വന്ന് അത് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ വർഷം വേറൊരു മരത്തിലാണ് ആൾ വീട് വെക്കണത്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നോക്കാറുണ്ട്. ആൾ ചുള്ളിക്കമ്പൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നതും മെക്പൈ എന്ന് പറഞ്ഞിട്ടൊരു പേടുണ്ട്, അതാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. ഞാൻ പിന്നെ ഇപ്രാവശ്യം കുറേ ടൊമാറ്റോ സീഡ്സ്, പലതരം ടൊമാറ്റോ സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഇന്നൊരു ടൊമാറ്റോ ഫാം ആക്കാൻ പോകണം എൻ്റെ ബാൽക്കണി. പലതരം ടൊമാറ്റോസ്, കാരണം എൻ്റെ മോനും ചെറിയ ടൊമാറ്റോസ് ഈ ചെറിയ ടൊമാറ്റോസ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറേ നിറയെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് സമയത്ത് പ്ലാന്റ് ചെയ്തു. എല്ലാ വർഷവും ലേറ്റ് ആവും. അപ്പോൾ പിന്നെ അത് കായായിട്ട് വരുമ്പോഴേക്കും വിൻ്റർ ആവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നശിച്ചു പോകും. ഇത്തവണ നേരത്തെ ടൈമിന് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പൂച്ചെടി വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്നത്, കുറച്ച് കളയല്ല, സമയം എൻജോയ് ചെയ്യുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ട്. വേറൊരു കാര്യം, പെട്ടെന്ന് തിന്നുന്നൊരു സ്വഭാവമാണ്. നമ്മൾ ഈ എന്താ പറയുക, കുറേ പണി പെട്ടെന്ന് പ്രൊഡക്റ്റീവ് ആവണ്ടെന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിച്ച സമയം കളയുന്നൊരു ഫീലിംഗ് അല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിൽ തിന്നുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങി. അത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. നമ്മളങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചവച്ചരച്ച് കഴിയുന്ന സ്വഭാവം ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ചവച്ച് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഫോണോ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കരുത്, ലാപ്ടോപ്പോ സ്ക്രീനൊന്നും നോക്കാണ്ട് ഫുഡ് നോക്കുക. കേൾക്കുന്നത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ, പക്ഷെ കാണാം നമ്മൾ ഫുഡ് കഴിക്കണം. അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, അതിൽ ഓരോരോ ഇപ്പോൾ പല കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടെക്സ്ചേഴ്സ് അത് ഫീൽ ചെയ്യുക, വായിലിടുമ്പോൾ അത് ഫീൽ ചെയ്യുക. ഇത് ഇനീഷ്യലി കുറച്ച് ബോറിംഗ് ആയി തോന്നും, പക്ഷെ അത് ചെയ്യും തോറും നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് കഴിക്കാനും, അപ്പോൾ അത് ഗട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, നമ്മൾ പതുക്കെ കഴിക്കണത്. അപ്പോൾ അത് ശീലമാക്കിയത് എനിക്ക് കുറച്ച് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണം അവർ കഴിക്കുന്ന ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോവുക ഡസ്റ്റ്ബിന്നിലേക്കല്ല, നമ്മുടെ സ്റ്റൊമക്കിലേക്കാണ്. അത് ആക്ച്വലി വളരെ മോശം കാര്യമാണ്. ഇപ്പോൾ പണ്ട് മുതൽ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടേ, ഇപ്പം കഴിവതും ഞാൻ
കുറച്ചേ ഉള്ളൂ ബാക്കിയെങ്കിലും അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ ഒരു നേരത്തേക്ക് സുഖമായിട്ട് നമുക്കത് ഹീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും, മൈക്രോവേവ് ചെയ്യുക, കഴിക്കാം. അപ്പം അങ്ങനെ ഒരു ശീലം. ഇതെല്ലാം കൂടെ ഇപ്പം മൈക്രോവേവ് ചെയ്യുന്നത്, അത് കുറച്ച് എടുത്ത് വെക്കുന്നതിനാ, അങ്ങനെയൊക്കെ പണ്ട് ചിന്തിച്ചിരുന്നു. അതൊക്കെ നിർത്തി കുറച്ചാണെങ്കിൽ കുറച്ച്, ഒരു സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് കയറ്റി വെക്കും. പിറ്റത്തെ ദിവസം വേണമെങ്കിൽ ചൂടാക്കി കഴിക്കാം ആ സമയത്ത്. അപ്പോൾ അതുപോലെ കേടായതാണെങ്കിൽ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നത്, കേടായതാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും ആക്കിയിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുക, അത് ഉപകാരപ്പെടാൻ, എന്നിട്ട് പിന്നെ വയറ് കേടാവുക. ഇതൊക്കെ നിർത്തി. കേടായതാണോ ഡസ്റ്റ്ബിന്നിലേക്ക് പോവുക. അതിനാ വെറുതെ അത് ഇനിയും നമ്മൾ പാടുപെട്ട് അതിന് മുകളിൽ ഇനിയും ഫ്യൂലും വേറെ കറി പൗഡർ എല്ലാം ആഡ് ചെയ്ത് അതിനെ പിന്നെയും നമ്മൾ എന്താ പറയുക കുറേ കാശ് സ്പെൻഡ് ചെയ്ത് എന്നിട്ട് വയറ് കേടാക്കി പിന്നെയും സഫർ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് കേടായ ഭക്ഷണം കളയണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും കുറച്ചുകൂടെ അന്തസ്സായി കൊണ്ടു നടക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മൾ ഈ ശീലിച്ച് വന്ന കുറേ കാര്യങ്ങൾ കാരണം ഇതൊക്കെ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ എഫക്റ്റീവായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുമാതിരി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മനസ്സമാധാനവും അതുവഴി വയറിന് സമാധാനവും ഒക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കാറുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യൂ, എനിക്കും പഠിക്കാമല്ലോ അതിന്ന്. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.